KU പാഠശാലയിലേക്ക് സ്വാഗതം. മലയാള നാടക പ്രസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ എഴുത്ത്, അതിൻ്റെ അരങ്ങ്, ഇവയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ചർച്ചയുടെ 4ാമത് ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ആയി പോകുന്നതാണ്. പരസ്പരം കണ്ടിരുന്ന്, പരസ്പരം കേട്ടിരുന്ന്, ആശയ വിനിമയം നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രതികരണങ്ങളിലൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നിങ്ങളുടെയും എൻ്റെയും അനുഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ന്യൂ നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എന്ന് പറയാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരസ്പരം കാണാതെ നിങ്ങളെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ഏകപക്ഷീയത, കുറച്ചൊക്കെ ഒരു യാന്ത്രികത വന്നു പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പാട്ടബാക്കി, രക്തപാനം, കെ ദാമോദരൻ അവിടെ പറഞ്ഞാണ് ആ 3ാമത്തെ ഘട്ടം അവസാനിപ്പിച്ചത്. നാടകം ഒരിക്കലും അങ്ങനെ ഘട്ടം ഘട്ടം ആയിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല. നാടകം തുടരുകയേ ഉള്ളൂ. ജീവിതം അങ്ങനെയാണല്ലോ. അതൊരിക്കലും എന്താണ് ഘട്ടങ്ങളുടേതായിട്ടുള്ള ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാവുന്ന തരത്തിൽ ഉള്ള ഘട്ടങ്ങളായിട്ട് വേർതിരിഞ്ഞ് നിൽക്കാറില്ല. പലതും നമ്മളറിയാതെ തന്നെ പല നാടക പ്രവണതകളും അത് ഡിസോൾവ് ചെയ്ത് മറ്റൊന്നായി മാറുകയാണ് ചെയ്യുന്നത്. വളരെ കാർക്കശ്യമുള്ള രാഷ്ട്രീയ ശാസ്ത്രീയം എന്ന് പറയാവുന്ന രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ച പാട്ടബാക്കിയെ തുടർന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു പ്രധാന നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. പാട്ടബാക്കി, അതുപോലെ രക്തപാനം, ഈ നാടകങ്ങളുടെ വളരെ കർക്കശം ആയിട്ടുള്ള ഒരു ഉള്ളടക്ക സ്വഭാവം ആ സ്വഭാവത്തിന് അയവ് വരുത്തിയിട്ട് തോപ്പിൽ ഭാസി കുറേയേറെ ജനകീയം ആക്കാനുള്ള സാധ്യതകൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തെ കൊണ്ടുവരികയായിരുന്നു. ചരിത്ര പ്രസിദ്ധിയുള്ളതാണ് ഈ നാടകം. കേരളത്തിൽ പുരോഗമന ചിന്തയെ വളർത്തി എടുക്കുന്നതിൽ നമ്മൾ നേരത്തെ 1ഉം 2ഉം
മൂന്നും ഘട്ടങ്ങളിൽ സൂചിപ്പിച്ച നാടകങ്ങൾ അരങ്ങിൽ വന്നും വരാതെയും ഒക്കെ ആകും വിധം കൊണ്ടുവന്നിരുന്ന പുരോഗമനപരമായ ചിന്തകളെ അതിനെ വളർത്തിയെടുത്ത് അതൊരു ആകാവുന്നത്ര അധികം കാണികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഘടനയിലെ ഒരു പൊളിച്ചെഴുത്ത് അത് ഉണ്ടാക്കിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊന്നും സാധ്യമായിട്ടില്ലാത്ത തരത്തിൽ ഇത്രയേറെ ജനകീയമാക്കുന്നതിൽ ഈ നാടകം വഹിച്ചത് ചരിത്രപരമായൊരു പങ്കാണ്. കേരളത്തിൽ എല്ലായിടത്തും ഈ നാടകം ഓടിത്തളർന്നു എന്നല്ല പറയേണ്ടത്, അത് ഓടിത്തളർന്നില്ല, ഓടിത്തളരാതെ ഓടി എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു പൊതുപരിപാടി എവിടെ സംഘടിപ്പിക്കപ്പെട്ടാലും അവിടെയൊക്കെ ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രവണതയുണ്ടായിരുന്നല്ലോ. രാഷ്ട്രീയ സമ്മേളനങ്ങൾ പ്രത്യേകിച്ചും വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചത് ഇത്തരം കലാസൃഷ്ടികളുടെ കൂടെ പിൻബലത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ അങ്ങനെയാണ് വളർന്നത്. അത് ഒറ്റയ്ക്ക് നടന്നില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നടക്കാതെ അത് കലയെ കൂട്ടുപിടിച്ചു. അത് വളരെ അർത്ഥവത്തായ ഒരു മൂവ്മെൻ്റായിരുന്നു. കലയുടെ കൂടെ ഒരു പ്രസ്ഥാനം നടക്കുക, ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ കല നടക്കുക, സ്വാഭാവികമായും ജനതയും അതിൻ്റെ കൂടെ നടക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കണ്ടുപിടിച്ചതല്ല. കമ്മ്യൂണിസത്തെക്കുറിച്ച് ആലോചിച്ച, ചിന്തിച്ച, ചിന്തകളിൽ മുന്നോട്ട് നടന്ന ഒരുപാട് ആചാര്യന്മാർ കലയ്ക്കും സമൂഹത്തിനും തമ്മിലുള്ള മാറ്റി നിർത്താൻ വയ്യാത്ത ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കലയ്ക്ക് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള മാജിക്കലായിട്ടുള്ള ഒരു മഹാസാധ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. മാർസ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പ്ലേറ്റോ ചിന്തിച്ചിട്ടുണ്ട്. വളരെ പണ്ട് മാർക്സിസ്റ്റ് ആയിരുന്നു കൊണ്ടല്ല, പക്ഷെ പ്ലേറ്റോ ചിന്തിച്ചിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ ചിന്തിച്ചിട്ടുണ്ട് കലയ്ക്കും ജനതയ്ക്കും തമ്മിലുള്ള ആ ഒരു മാസ്മരിക ബന്ധത്തെക്കുറിച്ച്. അപ്പോൾ അതിനെ വളരെ ഫലപ്രദമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുപോയി മുന്നോട്ട് എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പ്രസ്ഥാനത്തെ കൊണ്ടുപോവുകയും പ്രസ്ഥാനം നാടകത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് ഉദാഹരണമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടർന്ന് വന്ന KPAC അവതരിപ്പിച്ച പല നാടകങ്ങളും. അപ്പോൾ നാടകങ്ങൾക്കുള്ള വേദി എന്ന് പറയുന്നത് പലപ്പോഴും ഇതായിരുന്നു, പൊതു സമ്മേളനങ്ങളായിരുന്നു. അന്നത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന നോട്ടീസുകളിൽ ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് സമ്മേളനാനന്തരം KPACയുടെ നാടകം ഉണ്ടായിരിക്കും, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉണ്ടായിരിക്കുന്നതാണ്. വേറൊരു കലാകാരനുണ്ടായിരുന്നു വി സാംബശിവൻ്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്.
അപ്പോൾ ഈ കഥാപ്രസംഗവും നാടകവും കാണുക എന്ന ലക്ഷ്യം കൂടെ മുൻനിർത്തി ധാരാളം പേർ എല്ലാ നാട്ടിലും ഒരുമിച്ച് വന്നു. അവരുടെ മുമ്പിൽ നാടകം അതിൻ്റെ ഉള്ളടക്കത്തെ തുറന്നു വെച്ചു, രാഷ്ട്രീയ ഉള്ളടക്കത്തെ. ഈ നാടകത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു നാടകം ഓർമ്മ വരുന്നുണ്ട്. പി കേശവദേവ് എഴുതിയ ഒരു പാരഡി എന്ന പോലെ നമുക്ക് തോന്നാവുന്ന ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും എന്ന് പറഞ്ഞൊരു നാടകം. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമുണ്ടാവുകയും കേശവദേവും അദ്ദേഹത്തിൻ്റെ തലമുറയും മുണ്ടശ്ശേരി, തകഴി ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും MP പോൾ ആ തലമുറയിലെ പ്രബുദ്ധരായ കലാകാരന്മാർ, നാടകകാരന്മാരും കഥാകൃത്തുക്കളും നിരൂപകരും ഒക്കെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു സജീവ ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിപ്പിരിഞ്ഞ ആളാണ് കേശവദേവ്. ആ തെറ്റിപ്പിരിഞ്ഞ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നടപടികളെ വിമർശിച്ചുകൊണ്ട് കുറേ നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റാവും എന്ന് പറഞ്ഞ് ഒരു പാരഡി നാടകം. ചൈനാവേ എന്ന പേരിൽ ഒരു നാടകം, അതും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളാണ്. മഴയെങ്ങും കുടയിങ്ങും എന്ന പേരിൽ വല്ലാതെ വിമർശനം കൊണ്ടുവരുന്ന ഒരു നാടകം. ഇങ്ങനെ കുറേയേറെ നാടകങ്ങൾ കേശവദേവ് എഴുതിയിട്ടുണ്ട്. അതും ആ നാടകങ്ങളും അരങ്ങിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് പറയാനാകുന്നില്ല. ഒത്തിരി വന്നിരിക്കാൻ സാധ്യതയില്ല. കാരണം ആ നാടകങ്ങൾ അങ്ങനെ പ്രസിദ്ധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടകത്തെ തുടർന്ന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം സൃഷ്ടിച്ച വല്ലാത്തൊരു ഒരു ഒരു സാംസ്കാരിക കുതിച്ചു ചാട്ടത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടായി വന്ന വിദ്യാഭ്യാസം, അതുപോലെ ഈ മാറ്റത്തിന് വേണ്ടിയുള്ള ചിന്ത, അതിനു വേണ്ടിയുള്ളൊരു സമരോർജം, അതിനുവേണ്ടി ചിന്തിക്കാനുള്ളൊരു ഊർജം, ഇതെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന മറ്റൊരു നാടകമാണ് കൂട്ടുകൃഷി എന്നുള്ളത്. ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി. കവിയാണ് ഇടശ്ശേരി. പൂതപ്പാട്ട് എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച കവിത എഴുതിയ ആളാണ് അദ്ദേഹം. അതുമാത്രമല്ല, ധാരാളം കവിതകളുണ്ട്. ജീവിതത്തിൻ്റെ തനിമ, ഗ്രാമവും മനുഷ്യനും ആയി ബന്ധപ്പെട്ട തനിമയുടെ ശുദ്ധി, അതിൽ വരുന്ന ഇടർച്ചകൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ തീവ്രതയോടെ അവതരിപ്പിച്ചിട്ടുള്ള കവി അദ്ദേഹം എഴുതിയ ഒരു തുറന്ന സാമൂഹിക സംവാദത്തിനുള്ള സാധ്യത ഉണ്ടാക്കി വെച്ച ഒരു നാടകമാണ് കൂട്ടുകൃഷി എന്ന് പറയുന്നത്. ജന്മിക്കൃഷിക്കെതിരാണത്. ജന്മിക്കൃഷി എന്ന് പറഞ്ഞാൽ ജന്മിത്ത കൃഷി. ജന്മി കുടിയാൻ സംവിധാനത്തിലുള്ള ഉടമ അടിമ വ്യവസ്ഥയിലുള്ള കൃഷിക്ക്, അങ്ങനെയുള്ള സാമൂഹിക ക്രമത്തിന് എതിരായിട്ട് ഒരു ബദൽ കൊണ്ടുവന്ന നാടകമാണ് കൂട്ടുകൃഷി. ബദലാണത്. നമ്മൾ സമ്പദ് വിനിമയ രംഗത്ത് നേരത്തെ സഹകരണ സംവിധാനത്തെപ്പറ്റി പറഞ്ഞതുപോലെ
അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു കാർഷിക സംവിധാനമാണത് കൂട്ടുകൃഷി എന്ന് പറയുന്നത്. വയലിൻ്റെ ഉടമസ്ഥനും പക്ഷെ ജന്മിയുടെ സ്വഭാവം ഉള്ള ഉടമസ്ഥനും അല്ലാത്ത തുറന്ന മനസ്സുള്ള ഉടമസ്ഥനും ആ നാടകത്തിൽ വരുന്നുണ്ട്. അവിടെ കൃഷിയെടുക്കുന്നവരും അവർ തമ്മിലുള്ള സംവാദങ്ങളും അവർ തമ്മിലുള്ള ആശയ സംഘർഷങ്ങളും, പല കൃഷിക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. അപ്പോൾ ഇത്തരം സംവാദങ്ങളുടെ ഒരു തുറന്ന വേദിയായിട്ട് ഈ നാടകത്തിൻ്റെ രംഗത്തെ മാറ്റിയെടുക്കാനുള്ള സാധ്യതകളാണ് ആ നാടകം കൊണ്ടുവന്നത്. ആ നാടകം വായിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ചില സംശയങ്ങളുണ്ട്. എനിക്ക് തോന്നിയതാണത്, ഇതെങ്ങനെ അരങ്ങത്ത് കൊണ്ടുവരും എന്നുള്ള. വയലുണ്ട്, ഞാറുനടിയിലുണ്ട്, കളപറിക്കലുണ്ട്, കൊയ്ത്തുണ്ട്, മെതിയുണ്ട്, പാട്ടുണ്ട്, കൊയ്ത്ത് പാട്ടുണ്ട്, പ്രണയം ഉണ്ട്, ജാതിക്കപ്പുറത്തേക്ക് പോയിട്ട് ജാതിയെ മറികടന്നുള്ള വിവാഹമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു പുതിയ സമൂഹത്തിനെ, ഒരു ബദൽ സമൂഹത്തിനെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ബദൽ നാടകമാണ് കൂട്ടുകൃഷി എന്നുള്ളത്. പക്ഷെ ഇത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള അവതരണങ്ങൾ, നാടകം ഫലപ്രദമാകണം, പവർഫുള്ളായിട്ട് അവതരിപ്പിക്കപ്പെടണം, എങ്ങനെ അത് പ്രായോഗികമാക്കുമെന്നുള്ള ആശങ്കകൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ നാടകം അരങ്ങിൽ കണ്ടപ്പോൾ അത്ഭുതകരമായിരുന്നു അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. രാജു നരിപ്പറ്റ എന്നൊരു സംവിധായകൻ തുറസ്സിൽ, നമ്മുടെ അടഞ്ഞ തിയേറ്ററിന് പുറത്തേക്ക് വന്നിട്ട് തുറസായ സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് കാണികൾക്ക് ഇടം കൊടുത്തിട്ട് സന്ധ്യയായപ്പോൾ സന്ധ്യയ്ക്ക് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ചൂട്ട് വെളിച്ചത്തിൻ്റെയും ഇലക്ട്രിക് വെളിച്ചത്തിൻ്റെയും ഒക്കെ സംവിധാനത്തിൽ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു വയൽ പ്രദേശത്തിൻ്റെ പ്രതീതി അതിഗംഭീരമായിട്ട് സൃഷ്ടിച്ചുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്ന ഒരു പുതിയ തിയേറ്റർ, നമുക്ക് നാച്ചുറൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു തിയേറ്ററിനെ ഈ അടുത്ത കാലത്ത് ഒരു 10 വർഷം മുമ്പായിരിക്കും, അത് ഈ മികച്ച സംവിധായകൻ മികച്ച രീതിയിൽ തന്നെ നാടകത്തെ വളരെ പവർഫുള്ളായിട്ട് കൊണ്ടുവന്നു, വളരെ നാച്ചുറലായിട്ട്. ഈ നാച്ചുറൽ തിയേറ്റർ എന്ന് പറയാൻ എനിക്ക് തോന്നുകയാണ്, അതിനെക്കുറിച്ച് അങ്ങനെ തോന്നുകയാണ്. അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു അവിടെ. വയൽ ഉഴുന്ന സംഭവം വരെ, അതിൻ്റെ പ്രതീതി വരെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ ഒരു നേച്ചറിൻ്റെ അരങ്ങിൻ്റെ, അത് എവിടെയാണോ ഒരു നാടകം അരങ്ങേറുന്നത് ആ സ്പേസിനെ, അവിടുത്തെ ആ പ്രകൃതിയുടെ സ്വഭാവത്തെ, അതൊരു കുന്നാണെങ്കിൽ ആ കുന്നിൻ ചെരുവിനെ, അതൊരു താഴ്വരയാണെങ്കിൽ ആ താഴ്വാരത്തിനെ, അതൊരു തുറന്ന സ്ഥലമാണെങ്കിൽ ആ തുറന്ന സ്ഥലത്തിനെ അതിനനുസൃതമായി ഉപയോഗിക്കാനാവുക എന്ന് പറയുന്ന പഴയ നാടക സംവിധാനമുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് നാടകത്തെ പറ്റിയൊക്കെ പറയുന്നത് അതിൻ്റെ തുടക്കം അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ്. കുന്നിൻ ചെരുവുകളിലിങ്ങനെ പടവുകൾ വെട്ടിയുണ്ടാക്കി അവിടെ പടവുകളിൽ കാണികളിരുന്ന്, നമ്മൾ ഇന്നത്തെ സ്റ്റേഡിയത്തിലിരുന്ന് ക്രിക്കറ്റ് കാണാനിരിക്കുന്നത് പോലെ അതിൻ്റെ ഏറ്റവും താണ പ്രതലത്തിൽ നാടകം കളിക്കുക എന്ന് പറയുന്ന ആ ഒരു പഴയ സമ്പ്രദായം, അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ
ഒരു നാടകം, മലയാള നാടകം, ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിൻ്റെ നാടകാവിഷ്കാരം അത് നടക്കുകയുണ്ടായി. വ്യത്യസ്തമായൊരു ഒരു 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 അരങ്ങൊരുക്കലായിരുന്നു. തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയുടെ പിന്നാമ്പുറത്ത് തുറസിൽ നാടകം അവതരിപ്പിക്കുകയാണ്. അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലെ മജീദ് എന്നുള്ള കഥാപാത്രം, നോവലിലെ കഥാപാത്രം, മാവിൽ കയറി മാമ്പഴം പറിക്കുകയും അത് സുഹറയുമായി പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കുറച്ചേറെ വൈകാരിക സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിനെ ഇവിടെ ഒരു മാവിൻ്റെ ചുവട് ഒരു വേദിയായി കിട്ടിയപ്പോൾ അതിനെ അങ്ങനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മജീദിനെ അവതരിപ്പിച്ച നടൻ ആ മാവിലേക്ക് കയറുകയും മാങ്ങ പറിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിയാലിറ്റിയിലേക്ക് സന്ദർഭത്തിനനുസരിച്ച് നാടകത്തെ ഉയർത്തി കൊണ്ടുവരികയുണ്ടായി. അങ്ങനെയുള്ള ചില പുതിയ നാടക അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ന്യൂ നോർമലിൻ്റെ ഘട്ടത്തിൽ സകലതും അടഞ്ഞു കിടക്കുകയാണ്. തിയേറ്ററും അടഞ്ഞു കിടക്കുന്നു, നാടക പ്രവർത്തനവും നിലച്ചിരിക്കുന്നു. അതിനു മുൻപ് വരെയുള്ള നമ്മുടെ തിയേറ്ററിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർ ഒരുപാട് താല്പര്യത്തോടു കൂടി നാടകത്തിലേക്ക് വരികയാണ്, നാടകം എഴുതുകയാണ്, നാടകം നടിക്കുകയാണ്, നാടകം സംവിധാനം ചെയ്യുന്നു. ഒരുപാട് പ്രാദേശിക സ്വഭാവമുള്ള ഇടങ്ങളിൽ ചില കൂട്ടായ്മകൾ നാടകം വളരെ ഗൗരവത്തോടെ എടുത്ത് അവതരിപ്പിക്കുകയും നാടകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളിൽ നിന്ന് തന്നെയുള്ള സമീപനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. പലതും ലഘു നാടകങ്ങളാണ്, അമച്വർ നാടകങ്ങളാണ്. അതങ്ങനെ സാധ്യമാവുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ പ്രൊഫഷണൽ നാടകം ഒരുപക്ഷെ പിൻവാങ്ങുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് മുതൽ നമ്മൾ മലയാള നാടകരംഗത്ത് കണ്ടത് KPAC പോലെ നിരവധി നാടക സംഘങ്ങൾ, പ്രൊഫഷണൽ നാടക സംഘങ്ങൾ മുന്നോട്ട് വരികയും മുതൽ മുടക്കി നിരവധി രംഗ സജ്ജീകരണങ്ങളോടുകൂടി കാണികളെ കയ്യിലെടുത്ത് കാണികൾക്ക് ആവശ്യമുള്ളത് കൊടുത്ത് കാണികളെ അങ്ങനെ സ്വാധീനിച്ച് ലാഭമുണ്ടാക്കാവുന്ന അത്ര ലാഭമുണ്ടാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടകത്തിൻ്റെ ലക്ഷ്യം അതാണ്. അവിടെ ഒരു മുതൽ മുടക്കുണ്ട്. അതിലെ എഴുത്തുകാരൻ, അതിലെ സംവിധായകൻ, അതിലെ സാങ്കേതിക പ്രവർത്തകർ, അതിലെ അഭിനേതാക്കൾ, അവർ അതിൽ തൊഴിലെടുക്കുന്നവരാണ്, പ്രൊഫഷനാണത്. അപ്പോൾ അത് അവരുടെ ഒരു ജീവിത ഉപാധിയാണ്. അപ്പോൾ ആ മുതൽ മുടക്കുന്ന സംഘത്തിന് പ്രതിഫലം കിട്ടണം. അതാണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും പരീക്ഷണാത്മകത എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ സാധ്യതകൾ, പുതുസാധ്യതകൾ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നുള്ള തരത്തിൽ ജി ശങ്കരപ്പിള്ള സാറും സംഘവും അതുപോലെ കാവാലവും സംഘവും ഒക്കെ സ്വയം മറന്ന് ചിലപ്പോൾ സ്വയം നഷ്ടപ്പെട്ട്
ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ലാഭം ഉണ്ടാക്കാവുന്ന തരത്തിൽ എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിച്ച ഒരു രീതിയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ ഇപ്പോൾ അത്തരം പ്രൊഫഷണൽ സംഘങ്ങളുടെ സാന്നിധ്യം വളരെ വളരെ കുറഞ്ഞ ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിച്ച ശങ്കരപിള്ള സാറിൻ്റെയും അതുപോലെ കാവാലത്തിൻ്റെയും ഒക്കെ തുടർച്ചയായി വന്ന തലമുറ ലാഭം ലക്ഷ്യമാക്കാതെ ഒരു നിരന്തരം നാടകങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ പ്രൊഫഷൻ മറ്റു പലതും ആയിരിക്കും. പക്ഷേ നാടകത്തിനോടുള്ള, തിയേറ്ററിനോടുള്ള, സമൂഹത്തിനോടുള്ള താല്പര്യം കാരണം, ഉത്തരവാദിത്വ ബോധം കാരണം പല പ്രകാരത്തിലുള്ള നാടകങ്ങൾ, സ്ത്രീ നാടകവേദി, സ്ത്രീക്ക് വേണ്ടിയുള്ള നാടകവേദി, അതുപോലെ പരിസ്ഥിതി ഈ ബോധം പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള നാടകവേദികൾ, തെരുവ് നാടകങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തി ഉപയോഗിച്ച് സാമൂഹിക ബോധത്തെ നവീകരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടകക്കാർ. അങ്ങനെ നിരവധി പ്രൊഫഷണൽ അല്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്ന് നിരവധി നാടകങ്ങൾ പുറത്തു വരികയും ആ നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും ഉണ്ടായി വരികയും അതിൻ്റെയൊക്കെ പ്രേരണകളിൽ വളരെ ഊർജ്ജസ്വലമായി ഉത്സാഹപൂർവം മുന്നേറുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മുടെ മലയാള നാടകത്തിൻ്റെ ഒരു പുതിയ മുഖം എന്ന് പറയുന്നത്. സ്ത്രീകൾ, KV ശ്രീജയെപ്പോലുള്ള സ്ത്രീ എഴുത്തുകാർ, സ്ത്രീ സംവിധായകർ പുറത്തേക്ക് വരുന്നുണ്ട്. ഓരോരോ കാലത്തിലും ലേബർ റൂം പോലുള്ള കൃതികൾ സ്ത്രീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ തരത്തിൽ പുതിയ തലമുറ നാടകം അഭ്യസിക്കുകയും അതുപോലെ നാടകത്തിൽ അഭ്യാസത്തിനോട് ചേർന്ന് പുതിയ അന്വേഷണങ്ങൾ നടത്തുകയും പുതിയ രീതിയിൽ നാടകത്തിൻ്റെ സാധ്യതകൾ തേടുകയും ഗന്ധം എന്നുള്ളത് അരങ്ങിലേക്ക് കൊണ്ടുവരികയും, നമ്മളെ സംബന്ധിച്ച് നാടകം എന്ന് പറയുന്നത് കാഴ്ചയുടെ അനുഭവമാണ്, കാഴ്ചയുടെയും കേൾക്കലിൻ്റെയും അനുഭവമാണ്. അവിടെ ഗന്ധം എന്ന് പറയുന്നതിൻ്റെ അനുഭവം, അതിൻ്റെ സാധ്യതകൾ തേടുന്ന രീതികൾ, രുചിയുടെ സാധ്യതകൾ, അതൊക്കെ കൂടെ കൂട്ടിയിണക്കി തിയേറ്ററിനെ നവീകരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നതാണ്. മത്തി എന്ന പേരിലൊരു നാടകം അടുത്ത കാലത്ത് പുറത്ത് കൊണ്ടുവന്നിരുന്നു. മത്തി അരങ്ങിൽ മത്തിയെ പാകം ചെയ്യുകയാണ്. അതിൻ്റെ ഗന്ധം, അതിൻ്റെ തൊഴിലാളി ഗന്ധം, അതിൻ്റെ സാമാന്യ മനുഷ്യഗന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് പ്രസരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ ഉണർവുള്ള ഒരു ഘട്ടത്തിലാണ് മലയാളത്തിലെ പുതു നാടകം വന്ന് നിൽക്കുന്നത്. അവിടെയാണ് നമ്മുടെ സമൂഹത്തിനെ വല്ലാതെ നിശ്ചലമാക്കിയ ഒരു കാലഘട്ടം എല്ലാ രംഗത്തും നമ്മളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കാര്യങ്ങൾക്ക് മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, അവനവനെ ശ്രദ്ധിക്കുക, അതുപോലെ കൂടെയുള്ളവരെയും ശ്രദ്ധിക്കുക. എല്ലാവരെയും ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു സാധാരണ കാലാവസ്ഥ നമ്മുടെ പൊതുരംഗത്തും സമൂഹത്തിലും കലാരംഗത്തും നാടകരംഗത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.